ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ലൊരു മാംഗോ പുഡിംഗ് റെഡിയാക്കിയാലോ. അപ്പോൾ നമ്മുടെ അറേബ്യൻ പുഡിംഗ് ഒക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നേരെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത മാംഗോ പ്യൂരി നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് ചേർത്തുകൊണ്ടിരിക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് തിക്കായി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതായിപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. നമുക്ക് കസ്റ്റേർഡ് പുഡിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. തിക്കായി പോവാതെ ഒരു പോറിംഗ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി 500 ml പാല് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പാല് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് കസ്റ്റേർഡ് പുഡിംഗ് മിക്സ് ഇതേപോലെ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് ബ്രെഡ് സ്ലൈസസ് ഫുള്ളായിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. നമ്മുടെ കയ്യിൽ കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ വെച്ചും ഇതേപോലെ തന്നെ പുഡിംഗ് റെഡിയാക്കാവുന്നതാണ്. സൈഡിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാംഗോ പ്യൂരി ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മീതെയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറീസ് ചോപ്പ് ചെയ്തതും ഗോൾഡൻ റേസിൻസും ആണ് കുറേശ്ശെ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സും ബദാമൊക്കെ ഇതേപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും ബ്രെഡ് സ്ലൈസസ് ആദ്യം വെച്ച പോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് നമ്മുടെ കസ്റ്റേർഡ് പുഡിംഗ് മിക്സ് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പുഡിംഗ് മിക്സ് ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി സെൻറ്ററിൽ നല്ല രീതിയിൽ തന്നെ മാംഗോ പ്യൂരി ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഫ്രണ്ടിൽ ഇതേപോലെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മീതയിലായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത മാംഗോ പീസസ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ ഗോൾഡൻ റൈസിൻസും അതുപോലെ തന്നെ കുറച്ച് ചെറീസൊക്കെ കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ പുഡിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുഡിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം 5-6 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. മിനിമം 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ച് വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പുഡിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പുഡിംഗ് റെസിപ്പി തന്നെയാണ്. വിശപ്പും ദാഹവും ഒക്കെ മാറുന്ന ഒരു പുഡിംഗ് റെസിപ്പി കൂടിയാണിത്. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ക്രീമോ കണ്ടൻസ് മിൽക്കോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മാംഗോ പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.